സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായി ഒരു വർഷം സർക്കാർ ചെലവഴിക്കുന്ന തുക എത്രയെന്ന ടി സിദ്ദിഖ് MLA നിയമസഭയിൽ ചോദിച്ചു. ഭക്ഷ്യമന്ത്രി GR അനിൽ കണക്കുകൾ നിരത്തി മറുപടി പറഞ്ഞു. ആ കണക്കുകളിലേക്ക്. വലിയ ബാധ്യതയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാലോചിതമായ മാറ്റം വരുത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത്രയധികം ബാധ്യത ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ ഉൽപ്പന്നങ്ങൾ എടുത്തു നോക്കിയാൽ ആ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ബാധ്യത വളരെ കൂടുതലാണ്. അതെ, സപ്ലൈകോയ്ക്ക് ബാധ്യതയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന തുകയുടെ കണക്കുകളാണ് പരിശോധിക്കുന്നത്. 2021-22 സാമ്പത്തിക വർഷത്തിൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ സപ്ലൈകോയ്ക്ക് ചെലവായ തുക എന്ന് പറയുന്നത് 796.84 കോടി രൂപയാണ്. സബ്സിഡി സാധനങ്ങളുടെ ആ വർഷത്തെ വിറ്റുവരവ് 526.16 കോടി രൂപ. ആകെ നഷ്ടം 270.68 കോടി. അതായത് ആ വർഷം തന്നെ സർക്കാർ ഗ്രാൻഡായി സപ്ലൈകോയ്ക്ക് കിട്ടിയത് 75 കോടി രൂപയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സബ്സിഡി നൽകുമ്പോൾ സപ്ലൈകോയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് 195.68 കോടി രൂപയാണ്. ഇനി തൊട്ടടുത്ത് 2022-23 സാമ്പത്തിക വർഷത്തിലാകട്ടെ 1427.2 കോടി രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. 841 കോടിയോളം രൂപ സബ്സിഡി സാധനങ്ങളുടെ വിറ്റുവരവായി കിട്ടി. അപ്പോഴും നഷ്ടം 585.97 കോടി രൂപയുണ്ട്. ആ വർഷത്തിലാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഗ്രാൻഡായി ഒന്നും കിട്ടിയുമില്ല. 585 കോടിയോളം രൂപ നഷ്ടമായി തന്നെ നിലനിൽക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം 2023-24 സാമ്പത്തിക വർഷത്തിൽ 2023 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കണക്കുകളാണ് പറയുന്നത്. 565.14 കോടി രൂപയ്ക്കാണ് സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോ വാങ്ങിയത്. 327.24 കോടി രൂപ വിറ്റുവരവായി കിട്ടുകയും ചെയ്തു. 237.9 കോടി രൂപ ആകെ നഷ്ടം. 140 കോടി രൂപയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സർക്കാർ ഗ്രാൻഡായി സപ്ലൈകോയ്ക്ക് കിട്ടിയത്. 97.9 കോടി രൂപയാണ് പിന്നെ നഷ്ടക്കണക്കിൽ പറയാനുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2021 മുതൽ ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് 879 കോടി രൂപയാണ് സപ്ലൈകോയ്ക്കുള്ള നഷ്ട ഇനത്തിൽ പറയാൻ സാധിക്കുക. ഇനി പറയാൻ പോകുന്നത് സർക്കാരിന്റെ വിപണി ഇടപെടലിനെ പറ്റിയാണ്. അതിനു മുമ്പ് ഭക്ഷ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടിട്ട് വരാം. പൊതുവിതരണ രംഗവുമായി ബന്ധപ്പെട്ട് കോടികളാണ് കേന്ദ്രം നൽകാനുള്ളത്. അതെല്ലാം നമ്മൾ ഈ സഭയിൽ കൃത്യമായ കണക്കുകളാണ് ചർച്ച ചെയ്തതാണ്. കേന്ദ്രം നൽകാൻ കോടികളുണ്ട്. കേരളം എത്ര നൽകി എന്നുകൂടി അറിയേണ്ടതുണ്ട്. വിപണി ഇടപെടലിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ 2021-22 സാമ്പത്തിക വർഷത്തിൽ ബജറ്റിൽ വകയിരുത്തിയ തുക 150 കോടി രൂപയാണ്. ചെലവഴിച്ച തുക 270.68 കോടി രൂപ. അനുവദിച്ചത് 75 കോടി രൂപ. അതായത് വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോയ്ക്ക് മാത്രമല്ല ഈ പണം എത്തുന്നത്, ഭക്ഷ്യവകുപ്പിനാണ് എത്തുന്നത്. അത് പല മേഖലകളിലായിട്ട് അവർ തരംതിരിച്ചെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് സപ്ലൈകോയ്ക്ക് മാത്രമായി എത്തി എന്ന് നമുക്ക് പറയാനും പറ്റില്ല. 2022-23 സാമ്പത്തിക വർഷത്തിൽ 180 കോടി രൂപയാണ് സർക്കാർ ബജറ്റിൽ വകയിരുത്തിയത്. 585.97 കോടി രൂപ മൊത്തം ചെലവഴിക്കുകയും ചെയ്തു. 2023 നവംബർ വരെയുള്ള കണക്കനുസരിച്ച് 190.80 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. 237.9 കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തു. വിപണി ഇടപെടലിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ച കണക്കുകളാണിതൊക്കെ. സപ്ലൈകോയ്ക്ക് മാത്രമായി ഈ തുക ലഭിക്കുകയുമില്ല.